ഫുൾ ഫിനാൻസ്, സീറോ ഡൗൺ പേയ്മെന്റ്. സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് കൊണ്ടുപോകാൻ. ഡീസൽ പ്ലസ് കേട്ടോ, അത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 100%. ഓട്ടോമാറ്റിക് ആണ്. 38,000 കിലോമീറ്റർ, 21 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം കേട്ടോ. ഡീസൽ വണ്ടി, ലിമിറ്റഡ്, ഫുൾ കമ്പനി സർവീസ് ആണ്. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാം. ഫുൾ ഫിനാൻസ് ആണ്. 13.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനാൻസ്, ഫുൾ ഓണില്. GT ലൈൻ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുപോകാം. വെന്യൂ, ഒരു സോണറ്റ് ഒക്കെ നോക്കുന്നവർക്ക് അതിലും കുറഞ്ഞ ഒരു ആഷ് ബാക്കിന്റെ ടോപ്പ് എൻഡിന്റെ പ്രൈസിന് ഒരു ക്രച്ച ഡീസൽ, അതും 23,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ 10.5 ലക്ഷം രൂപയ്ക്ക്. വില അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. വലിയ പെരുന്നാളിന് കാർ നോക്കുന്നവർക്ക് 100ഓളം കാറുകൾ, അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് എവിടെയും കിട്ടാത്തൊരു പ്രൈസിന്, കേരളത്തിൽ എവിടെയും ഇമ്മാതിരി പ്രൈസിന് ഒരു GT ലൈന് സെൽറ്റോസ് കിട്ടൂല. ക്രച്ച കണ്ടില്ലെങ്കിൽ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഒരു ഷോറൂമിൽ ചെന്ന പോലെ നമുക്ക് ഏത് കളേഴ്സിലും ഏത് ഓപ്ഷനിലും അതൊക്കെ നമുക്ക് നെട്ടിക്കുന്ന പ്രൈസിന് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ. സീറോ ഡൗൺ പേയ്മെന്റിലൊക്കെ ഉണ്ടാവുന്ന ഏകദേശം 10-50ഓളം വാഹനങ്ങൾ. ഈ ഒരു സൈഡൊക്കെ നോക്കി ക്രിസ്റ്റ, അതേപോലെ ചെറുവാഹനങ്ങൾ, ഫോർച്യൂണർ, അങ്ങനെ നിങ്ങൾക്ക് ഏത് റേഞ്ചുള്ള വാഹനങ്ങളാണോ വേണ്ടത്. അപ്പോൾ ഒരു സാധാരണക്കാരനാവട്ടെ, നല്ല ഹൈ പ്രീമിയം ലെവലിലെ കസ്റ്റമർ ആവട്ടെ, നിങ്ങൾക്ക് നോക്കുന്നവ ഏത് ലെവലിലെ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. സോ പെരുന്നാളിന് വേണ്ടിയിട്ട് മാക്സിമം ഓഫർ തീർച്ചയായിട്ടും വലിയ ഓഫറാണ്. അപ്പൊ അഫ്സൽ ഖാന്റെ ഗംഭീരമായ ബിഗ്ടോയുടെ ഓഫറാണ്. സോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻസ്റ്റയുടെ നമ്മളൊരു ഗിവ് അവേ, ഗംഭീരമായിട്ടൊരു ഗിവ് അവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറും 11 ദിവസം മാത്രമാണ് ഉള്ളത്. ഈ വരുന്ന മെയ് 31 ഇതിന്റെ വിന്നറെ തെരഞ്ഞെടുക്കും. ഓട്ടോടെക് അതേപോലെ തന്നെ നമ്മൾ ബിഗ്ടോയ് 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നല്ലൊരു കമന്റ് ചെയ്യുക, 5 പേർക്ക് ഷെയർ ചെയ്യുക. മാക്സിമം 100ഓളം കാറുകളുണ്ട്. 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് മാക്സിമം വില കുറച്ച് പെരുന്നാളിന് വേണ്ടിയുള്ള ഗംഭീര ഓഫറാണ്. അഫ്സൽ ഖാൻ, നമ്മുടെ ബിഗ്ടോയുടെ ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അപ്പോൾ അതാണ് നമുക്ക് ഇത് മലപ്പുറം മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത്. മലപ്പുറത്തിന്റെയും മഞ്ചേരിന്റെ ഏകദേശം സെൻട്രലായിട്ട്, മഞ്ചേരിന്റെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ, 4-5 സെയിം കിലോമീറ്റർ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, നമ്പർ, കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗംഭീരമായ ഒരു ഓഫർ വിലയിൽ ഒരു വൈറ്റ് ക്രെറ്റ, ഡീസലാണോ പെട്രോൾ ആണ്? ഡീസൽ അല്ലേ? ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടി. അത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പെട വണ്ടിയാണ്. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനം. പക്ക നേക്ക്, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു പെട വാഹനം. അഫ്സൽ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 10.5 ലക്ഷം രൂപയ്ക്ക്. അതായത് 10 ലക്ഷം രൂപ റേഞ്ചില്. അതായത് ഒരു വെന്യൂ, ഒരു സോണറ്റ് ഒക്കെ നോക്കുന്നവർക്ക് അതിലും കുറഞ്ഞ ഒരു ആഷ് ബാക്കിന്റെ ടോപ്പ് എൻഡിന്റെ പ്രൈസിന് ഒരു ക്രച്ച ഡീസൽ, അതും 23,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ 10.5 ലക്ഷം രൂപയ്ക്ക്. വില അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 1 രൂപ പോലും വേണ്ട. നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഈ മുതൽ നിങ്ങൾക്കാണ് കൊണ്ടുപോകട്ടോ. ഇതൊരു US ബ്രാൻഡിൽ ജീപ്പ് കോംപ്രസ്, അതും ഫുൾ ബ്ലാക്ക് വണ്ടി. അത് നമുക്ക് നല്ല അടിപൊളി നമ്പറൊക്കെയാണ്. അതും നല്ല 41 369 മമ്മൂട്ടി നമ്പർ ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്, ലിമിറ്റഡ്. ഇതിന്റെ ഏറ്റവും അന്നത്തെ ടോപ്പന്റെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓഫ് റോഡിന്റെ കാപ്പബിലിറ്റിയിലാണ് ഈ വാഹനം നമുക്ക് ജീപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇത് 2 വീല് 4 വീലൊക്കെ വരുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ബ്ലാക്കില് ഒരു ബെസ്റ്റ് പ്രൈസിന് 9,85,000 ഡീസൽ വണ്ടി, ലിമിറ്റഡ്. അത് നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.16 കറക്റ്റ് ഷോറൂം സർവീസ്, ഫുള്ള് കമ്പനി സർവീസ് ആണ്. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഫുൾ ഫിനാൻസ് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ഇല്ല. ഷോറൂമിലൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ജീപ്പിന്റെ വിലകൾ നിങ്ങൾ നോക്കുക. ഒരു ബെസ്റ്റ് പ്രൈസ്, ഡീസൽ, ലിമിറ്റഡ്, ഫുൾ ഹിസ്റ്ററിലുള്ള വാഹനം, ഫുൾ ഓണില്. ഇനി അതോട് ക്രച്ച് തവണ ബ്ലാക്ക് വേണ്ടവർക്ക് 2 കിഡിലും ബ്ലാക്കുകൾ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2022 സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. അത് നമുക്ക് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷന്, ഫാൻസി നമ്പർ, ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ്, പ്രൊജക്റ്റഡ് ലാമ്പ്. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് നോക്കണ്ട, അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് അല്ല. 2022 മോഡല് ഡീസൽ വണ്ടി. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്ക് 11,70,000 കൊടുക്കാം. 11,70,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 1 ലക്ഷം ഡൗൺ പേയ്മെന്റ്. 1 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. 11,70,000 ഡീസലില്
നമ്മൾ കിലോമീറ്റർ നോക്കുമ്പോൾ ഈ ഒരു മോഡല് ചെറിയ കിലോമീറ്ററോടെ വണ്ടിയാണ്. ദെൻ വീണ്ടും ഒരു ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2022 പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഉണ്ട്. അപ്പൊ ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഏത് സെഗ്മെന്റും ഉണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 34,000 കിലോമീറ്റർ. പക്കാ ലോ കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക്കല് ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡ്ലം വണ്ടി. അസൽ നമുക്ക് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും? 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപക്ക്, അതും ഓട്ടോമാറ്റിക് വണ്ടി, വെറും 34,000 കിലോമീറ്റർ. എത്ര വണ്ടി ഇറക്കാം? ഫുൾ ഫിനാൻസ്, 0 ഡൗൺ പേയ്മെന്റ്. ഞാൻ ഒരു റെഡ്, അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കേൾട്ടൺ BG, അതും 222 നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒറിജിനൽ കേരള വണ്ടി, മലപ്പുറം വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, സെയിം കിലോമീറ്റർ, 38,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡില് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നതിന്? ഇത് ഫൈനൽ പ്രൈസ് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, 38,000 കിലോമീറ്റർ, 21 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, 0 ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകും കേട്ടോ. ഇതെങ്കിൽ സെൽട്ടോസ് GT ലൈന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിനാണ് ചെയ്യാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡല്, 40,000 കിലോമീറ്റർ, ഡീസൽ ഓട്ടോമാറ്റിക്. 40,000 ഇതിന് മേലൊക്കെ ഓപ്ഷൻ ഇല്ല. അതായത് നമുക്ക് GT ലൈൻ എന്ന സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ബെസ്റ്റ് പ്രൈസ് അല്ലേ? 13.5 ലക്ഷം രൂപയ്ക്ക്. 13 ലക്ഷം രൂപയ്ക്ക്. അതായത് ഇപ്പൊ നമുക്കൊരു വെന്യൂ സോണറ്റ് ഒക്കെ നോക്കുന്ന റേറ്റിന്, ഒരു സബോമീറ്റർ SUV റേറ്റിന്, GT ലൈന് ഡീസൽ ഓട്ടോമാറ്റിക്, അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് 13.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനാൻസ്, ഫുൾ ഓണില്. GT ലൈൻ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുപോകാം. നമുക്കൊരു ബ്രസ ഡീസൽ സാധാരണക്കാരൻ്റെ ഒരു SUV ആണെങ്കിൽ ഇതാണ് ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർ, 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. ഇമ്മാതിരി മോഡലിൽ നമുക്ക് ഇത്ര കുറഞ്ഞ കിലോമീറ്റർ ഒരു ബസ് കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് മോഡല് 2018 സിംഗിൾ ഓണർ. 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ ഫുൾ ഫിനാൻസും കൊടുക്കട്ടോ. ഫുൾ ഫിനാൻസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് 50 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ, അത് നമുക്ക് ഡീസല് ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് കൊണ്ടുപോകാം. ഡീസൽ പ്ലസ് കേട്ടോ, അത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും 100%. ഇത് നമുക്ക് ഇനി നമ്മുടെ ഒരു കിടുക്കാച്ചി വണ്ടി. അതായത് ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടി ഏതാ വെച്ചാൽ അത് പഞ്ചാണ്. അതായത് നമുക്ക് മാരുതിന്റെ വാഗ്നറിനെ വരെ വെട്ടിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് മാരുതി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്, ഇക്കൊല്ലം നമുക്ക് പഞ്ചാണ് മുന്നിൽ. ടാറ്റന്റെ പഞ്ച് ഓട്ടോമാറ്റിക് ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡല്, സിംഗിൾ ഓണർ, 20 സംതിങ് കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്. മാനുവലിന്റെ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കൊടുക്കുക. എത്ര ചോദിക്കും? 6.5 രൂപ. ഫുൾ ഓണും ചെയ്യാം. മൈക്ര ഡീസൽ ആണ്, പെട്രോൾ ആണ്? പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഇല്ല. അതായത് നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതിലൂടെ അസിസ്റ്റന്റും കാര്യങ്ങളും നല്ല കംഫർട്ടായിട്ട്, ഗിയർ ഷിഫ്റ്റ് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം. ഇന്റീരിയറൊക്കെ നല്ല പൊളിയാണ്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്, 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 64,000 കിലോമീറ്റർ. 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? 50,000 രൂപ. ഇതാണ് നമുക്കൊരു കിഡ്കാച്ചി സബോമീറ്റർ SUV, റെനോ കൈഗർ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡല്, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഒരു 5.75 കൊടുക്കാം. 5.75. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനാണ് കൊണ്ടുപോകുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി, അത് നമുക്ക് കിഡ്ലം വണ്ടി അല്ലേ? വീണ്ടും ഒരു ബ്രസ, അത് നമുക്ക് 2022 മോഡല്, അതായത് ന്യൂ ഫേസ് ആണ്, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡല്. അത് നമുക്ക് പൊളി കളറിൽ 22 മോഡല്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 22,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ ആണ്. 22 മോഡൽ, വെറും 22,000 കിലോമീറ്റർ. 7 ലക്ഷം രൂപ കൊടുക്കാം. വെറും 7 ലക്ഷം രൂപ. ഫുൾ ഫിനാൻസും കൊടുക്കാം. ഫുൾ ഫിനാൻസ് ഇല്ല. അപ്പൊ പുതിയ വണ്ടിയൊക്കെ നോക്കണ ഏകദേശം നമുക്ക് 8 രൂപ വരുന്ന വണ്ടിയാണ്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വിലക്കുറവിലാണ് ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. ഇതാ നമുക്കൊരു എത്തിയോസ് ലീവ ഡുവൽ ടൂൺ ആണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. അതിനകത്ത് മോഡല് കാര്യങ്ങള്? അത് 2012. 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം. കേരള വണ്ടിയാണോ? റിയ ആണ്. 3 ലക്ഷം രൂപയ്ക്ക് 19 രൂപ വണ്ടി ഇറക്കാം അല്ലെ?
KL അപ്പൊ അത്യാവശ്യം ആയില്ലേ കേരളത്തിൽ വന്നിട്ട്? അതെ അതെ. അപ്പൊ നമുക്ക് കുറെ കാലമായിട്ട് ഇവിടെ ഓടുന്ന വണ്ടിയാണ്. ഡോൾട്ടൂൺ ആണ് വരുന്നത്. ഇത് നമുക്കൊരു ഹോണ്ടയുടെ അമേസ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 ഡീസൽ മാനുവൽ. മൈലേജിന് പിന്നെ ഒന്നും നോക്കണ്ട അല്ല, 24 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല പെടയാണ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. ചെറിയൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് മൈലേജ് ഉള്ള ഒരു വണ്ടി അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? എത്ര വണ്ടി ഇറക്കാം? അത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം അല്ലേ? അടുത്ത വീണ്ടും ഒരു യാരിസ് അല്ലേ? ബ്ലാക്കില് ഒരു പൊളി വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018. ആ, ഡീസലാണോ പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് പിന്നെ പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 30 സംതിങ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. ഓ, ചെറിയൊരു പൈസക്ക് നെട്ടിക്കുന്ന പ്രൈസിനാണ് യാരിസ് കേട്ടോ. ഒരു 6 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്യാം. നെക്സ്റ്റ് വരുന്നുണ്ട് ഡുവൽ ജെറ്റ് VVT ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? ZXi. ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 32,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. 6.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഇത് നമുക്കൊരു കിടിലം ആംബിങ്ങോ, നമ്മള് പോളോന്റെ സെയിം പെർഫോമൻസും എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. എങ്ങനെയായിരുന്നു? 2018 മോഡൽ. കിലോമീറ്റർ 75,000. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് ബെസ്റ്റ് പ്രൈസിനാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി? ഫുൾ ഫിനാൻസ് കൊടുക്കാം. നമ്മളെ ബിറ്റോയിലായിരുന്നു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മളെ ഗിവ് അവേ മറക്കണ്ട. നമ്മളെ ഓട്ടോടെക് ബിറ്റോയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വരുന്ന 31-ന് നമ്മളെ നറുക്കെടുപ്പുണ്ട്. സോ നിങ്ങൾ നല്ലൊരു അടിപൊളി കമൻറ്റ് ചെയ്യുക, 5 പേർക്ക് ഷെയർ ചെയ്യുക. 2 പേജ് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ 2 പേജ് നമ്മൾ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്.